തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ തിരുവരുളിലെ മറ്റൊരു പാടലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാഴ്ചക്കില്ലാത്തവൻ പിന്നെ അറിവിന് മാറ്റാനാകും, ചേരുവാൻ ചാരുവാനുമില്ലാത്തോൻ ഭ്രാന്തനൊപ്പം ഈശനെ പ്രാപിച്ചിടാനായി തപസ് ചെയ്യുവോർക്ക് ആശാരൂപത്തിൽ നിൽക്കും, അജ്ഞാനമറ്റു പോകും. അപ്പോൾ ഈശന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നവർക്ക് ആശാരൂപത്തിൽ നിൽക്കും ശിവൻ. ശിവൻ അവിടെ പ്രത്യാശയായി എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. അവർക്ക് അജ്ഞാനമില്ലാതായിത്തീരുന്നു. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അതായത് തപസ് ചെയ്യുന്നവർക്ക്, ഈശനെ പ്രാപിച്ചിടാനായി തപസ് ചെയ്യുന്നവർക്ക് ആശാരൂപത്തിൽ ശിവൻ നിൽക്കുന്നു. എന്നിട്ട് ശിവൻ്റെ അരുളാൽ ആ സാധകൻ്റെ അജ്ഞാനമെല്ലാം മാറിക്കിട്ടുന്നു. കാഴ്ചയില്ലാത്തവൻ പിന്നെ അറിവിന് മാറ്റാനാകും, ചേരുവാൻ ചാരുവാനുമില്ലാത്തവൻ ഭ്രാന്തനൊപ്പം. ശിവൻ കാഴ്ചക്കെല്ലാം അപ്പുറമാണ് നിൽക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ്റെ കണ്ണുകൾക്ക് ഒരിക്കലും ശിവപ്രകാശം കാണാൻ കഴിയില്ല. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക്, ലൗകിക ജീവിതത്തിൽ മുഴുകിക്കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ശിവനെ കാണാൻ കഴിയില്ല. അയാളുടെ കാഴ്ചയ്ക്കും അപ്പുറമാണ് ഭഗവാൻ നിൽക്കുന്നത്. പിന്നെയോ അറിവിനും അപ്പുറമാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചയ്ക്കും അറിവിനുമെല്ലാം അപ്പുറമാണ് ഭഗവാന്റെ നില. അവനെ ചേരുവാനും ചാരുവാനും സാധിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ സാധകനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലാത്തവർ ഈ ഭ്രാന്തമായ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് സംസാരസാഗരത്തിൽ മുങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് ഇത്രയുമാണ്. അതായത് ഈശനെ പ്രാപിച്ചിടാനായിട്ട് തപസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് അയാളുടെ അജ്ഞാനത്തെ മുഴുവനും മാറ്റി സാധകനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിക്കും. ശിവൻ എല്ലാ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ കാഴ്ചയ്ക്കും അറിവിനും അപ്പുറമാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ശിവഭക്തനായ ഒരു സാധകന് മാത്രമേ ശിവനോട് ചേർന്ന് നിൽക്കാനും ശിവനെ ചാരി നിൽക്കാനും ആർക്കാണോ കഴിയുന്നത് അവർക്ക് മാത്രമേ പ്രകാശം കാണാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ സംസാരസാഗരത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ഉഴലുകയായിരിക്കും ഫലം എന്നാണ് പറയുന്നത്. പിന്നെ നോക്കൂ, അരുളിനാൽ അഭിമാനക്കൂരിരുളൊഴിഞ്ഞവൻ തന്നകമലരിങ്കൽ തോന്നും സൃഷ്ടി തൻ രഹസ്യങ്ങൾ ശിവന് വിളങ്ങി നിൽക്കും. അവനെ സ്തുതിച്ചു നിന്നാൽ ശിവ ഉലകത്തിലേ വാണവിടെ പ്രതിഷ്ഠ നേടാം. ഒരു ശിവസാധകന് ശിവ ഉലകത്തിൽ വാണ് അവിടെ പ്രതിഷ്ഠ നേടാൻ കഴിയും. അപ്പോൾ ശിവനെ നിരന്തരം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ ശിവൻ ഒരിക്കലും കൈവിടില്ല. ശിവ ഉലകത്തിലേ വാഴാൻ കഴിയും അവന്. ആ സാധകന് ശിവലോകത്ത് തന്നെ വാഴാൻ കഴിയും. എന്നിട്ട് അവിടെ ജീവിത സുഖത്തെ ആസ്വദിക്കാനും കഴിയും. അപ്പോൾ ഒരു ശിവസാധകൻ തീർച്ചയായിട്ടും ശിവ ഉലകത്തിൽ തന്നെ വാണ് ജീവിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, അരുളിനാൽ അഭിമാന കൂരിലൊഴിഞ്ഞവൻ. അങ്ങനെയുള്ള സാധകൻ, ശിവസാധകൻ, ശിവൻ്റെ അരുളിനാൽ, ശിവൻ്റെ അനുഗ്രഹത്താൽ അഭിമാനം, ഞാനെന്ന അഭിമാനം ആകുന്ന കൂരിരുട്ട് ഒഴിഞ്ഞവനായി മാറും. അതായത് അഹം
ബോധം, അഹംഭാവം പൂർണ്ണമായും നശിച്ചു കിട്ടണമെങ്കിൽ ശിവനെ ആരാധിക്കുക തന്നെ വേണം. അങ്ങനെ ശിവനെ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശിവസാധകൻ്റെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അയാൾക്ക് സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ശിവസാധകൻ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവനല്ല എങ്കിലും ഒരു സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിലും അയാൾ ശിവസാധന ചെയ്യുകയാണെങ്കിൽ ഈ സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരാളുടെ അക്കാഡമിക് പാണ്ഡിത്യമല്ല, മറിച്ച് അയാളുടെ ശിവസാധനയാണ് ഒരാളെ ജ്ഞാനിയാക്കുന്നത്. എത്ര വിദ്യാഭ്യാസമില്ലാത്തവനാണെങ്കിലും ശിവസാധന ചെയ്യുകയാണെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യങ്ങളെല്ലാം അയാൾക്ക് തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അയാളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. രമണ മഹർഷിയെ പറ്റി പറയാറുണ്ട്. രമണ മഹർഷി വർഷങ്ങൾക്ക് ശേഷം ഈ ആത്മീയ സാധന അനുഷ്ഠിച്ച് ശിവസാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരാധകർ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ഇതൊക്കെ പണ്ട് ഞാൻ അനുഭവിച്ച അനുഭൂതികളാണല്ലോ ഈ പറയുന്നത്. യോഗവാസിഷ്ടമൊക്കെ ചിലർ വായിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എനിക്ക് അനുഭവത്തിൽ നേരത്തെ തന്നെ തെളിഞ്ഞു കിട്ടിയിരുന്നു എന്ന് രമണ ഭഗവാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ പാണ്ഡിത്യമില്ലാത്ത ഒരാൾ, നിരന്തര അക്കാഡമിക് പാണ്ഡിത്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി നിരന്തര ശിവസാധന ചെയ്താൽ തീർച്ചയായിട്ടും ഈ സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് വെളിപ്പെട്ട് കിട്ടും. അയാളാണ് ഏറ്റവും വലിയ ജ്ഞാനി, അയാളാണ് ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ വെച്ച് പണ്ഡിതൻ. അയാളുടെ മുമ്പിൽ എല്ലാ സൃഷ്ടി രഹസ്യങ്ങളും അനാവരണം ചെയ്യപ്പെടും. ഇത് തന്നെ ശതരുദ്രീയത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. രുദ്രദേവനോട് സാധകൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇതാ നോക്കൂ, ശിവേന വചസാത്വ ഗിരീശച്ഛാ വദാമസി യഥാനഹ സർവമിജ്ജഗദ്ദക്ഷ്മം സുമനാ അസത് എന്ന് പറഞ്ഞ ഒരു ശതരുദ്രീയത്തിലെ മന്ത്രമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഹേ കൈലാസവാസിയായ രുദ്ര, കല്യാണാകാരമായ വേദമന്ത്രം കൊണ്ട് അങ്ങയെ അഭിമുഖീകരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ ലോകവും, അതായത് പശു, പക്ഷി, വൃക്ഷ, മത്സ്യാദി സർവ്വപ്രാണികളും രോഗമില്ലാതെയും നല്ല മനസ്സുള്ളവരായും ആയിത്തീരും നിശ്ചയം. എന്നിട്ട് അത് വ്യാഖ്യാനിച്ച പ്രകാശാനന്ദ സ്വാമികൾ പറയുന്നൊരു ഭാഗമുണ്ട്. രാഗദ്വേഷലാഭേദാദികൾ രോഗങ്ങൾ ഉള്ളവർ കർത്തവ്യകർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അധർമ്മത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായാൽ അതിൻ്റെ ഫലമായി ഈശ്വരൻ്റെ ഉഗ്രരൂപം പ്രകടമാകും. ഈ നിലയിലുണ്ടാകുന്ന ശാരീരികവും മാനസികമായ രോഗങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച് ധർമാനുഷ്ഠാനത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടാക്കി തരണമേ എന്നാണ് ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച് ധർമാനുഷ്ഠാനത്തിൽ പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും കഴിവുണ്ടാക്കി തരണേ എന്നാണ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ശതരുദ്രീയത്തിലെ ഒരു സാധകൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന തന്നെയാണ് തിരുമൂലദേവൻ ശിവൻ്റെ മുമ്പിൽ നടത്തുന്നത്. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രുദ്രഭഗവാനെ അവിടുന്ന് കനിഞ്ഞനുഗ്രഹിക്കണേ എന്നാണ് ഈ ശ്ലോകങ്ങളിൽ തിരുമൂലദേവൻ പ്രാർത്ഥിക്കുന്നത്. അതായത് സാധകൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ലോകഹിതത്തിനും ലോക സുഖത്തിനും വേണ്ടി മാത്രമാണ്. ഇതാണ് തിരുമന്ത്രത്തിൻ്റെ സവിശേഷത. ലോകഹിതത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി, ലോകസുഖത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ ശിവപ്രാർത്ഥനകളത്രയും. ഈ തിരുവരുൾ മൊഴിയും ഇത് തന്നെയാണ് നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നത്.